ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുക്കറിൽ എങ്ങനെയാണ് നല്ല പിങ്ക് കളറിലുള്ള അടപ്പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടപ്പായസം ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലോട്ട്, ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്, അതിലോട്ട് 1.5 ലിറ്റർ പാലാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ കറിയും ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കണം കുക്കറിൽ. എന്നാൽ മാത്രമേ നമ്മുടെ പാല് പിരിയാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പായസം ഉണ്ടാക്കി കഴിയുമ്പോൾ പാലൊക്കെ പിരിഞ്ഞു പോവും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇനി ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പ്രത്യേകിച്ച് പ്രഷർ കുക്കറൊക്കെ ആയതുകൊണ്ട് തന്നെ, നമ്മൾ പാലൊന്നും കാച്ചാത്ത കുക്കറാണല്ലോ. അപ്പം ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മധുരം കുറച്ച് ആവശ്യമുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി. ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം പഞ്ചസാരയൊക്കെ ചേർക്കാറുണ്ട്, എന്നാൽ മാത്രമേ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറുള്ളൂ. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി വരണം. എന്നിട്ട് ഈ പാല് നന്നായി തിളച്ച് പൊങ്ങി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് അടുത്ത അടുപ്പിലോട്ട് മാറ്റാം. ലോ ഫ്ലെയിമിലോട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി പായസത്തിന് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലോട്ട് ചേർക്കാം. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്യണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കാരമലൈസ് ആയി വരും. ഇപ്പോൾ കണ്ട നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള പാലിലോട്ട് ഇത് ചേർക്കണം. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ പായസം കുക്കറിൽ വേവിക്കുന്നത് കാരണം നല്ല പിങ്ക് കളർ വരും കേട്ടോ. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതും കൂടി ചേർക്കുന്നത്. പഞ്ചസാര കൂടുതൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 1/2 കപ്പ് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിൽ 1.5 ലിറ്റർ പാലാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ 3 ലിറ്റർ പാൽ വരെയൊക്കെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ പായസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുക്കാവും നല്ലത്. പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡുള്ള കുക്കർ വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ അത് വിസിലോട് കൂടി തന്നെ നമുക്കിത് അടച്ചു വെക്കണം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം 1 മണിക്കൂർ വേവിക്കാൻ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറേ വെള്ളം തിളപ്പിക്കണം. അടയൊന്ന് വേവിക്കാനാണ്. അപ്പം ഞാനിവിടെ 200 ഗ്രാമിൻ്റെ അടയാണ് എടുത്തിട്ടുള്ളത്. പ്രിയ അരി അടയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് 100 ഗ്രാം മതി കേട്ടോ. നമുക്ക് 1.5 ലിറ്റർ പാലിന് 100 ഗ്രാം മതി. അപ്പോൾ ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ അട എങ്ങനെയാണ് വേവിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഈ പാക്കറ്റിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1/2 മണിക്കൂർ ആ തിളച്ച വെള്ളത്തിലിട്ടാണ് ഈ അട വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ അട അതിൽ നിന്ന് മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റാർച്ച് ഉണ്ടാവും. പിന്നെ നല്ല വെളുത്ത അട തന്നെ നോക്കിയെടുക്കുക, അതുപോലെ ചെറിയ അട നോക്കിയെടുക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് അട ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ 100 ഗ്രാം അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ലിറ്റർ പാലിന്. ഇനി 1/2 മണിക്കൂർ നേരത്തേക്ക് ഇത് അടച്ച് വെക്കാം. ആവിയൊന്നും പുറത്ത് പോകാത്ത വിധത്തിലുള്ള അടപ്പ് വെച്ചിട്ട് വേണം കേട്ടോ അടക്കാൻ. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോഴേക്കും അട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അട നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ അടയിൽ സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്രാവശ്യം ഇതിൻ്റെ മുകളിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് ഈ അട കഴുകിയെടുത്താൽ ഇതിൽ പശപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറി കിട്ടും. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അടയൊക്കെ സെപ്പറേറ്റ് നിൽക്കുകയും ചെയ്യും, അല്ലാതെ ഒട്ടി പിടിച്ച് നിൽക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചത് കഴുകിയെടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൽ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ പാലിവിടെ നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ പാല് പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വൃത്തിയുള്ള കുക്കറിൽ വേണം പാല് കാച്ചിയെടുക്കാൻ. ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അട ഇതിലോട്ട് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇനി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മുടെ പായസം നല്ല തിക്കാവുന്നത് വരെ. പിന്നെ നന്നായിട്ട് തിക്കാക്കി എടുക്കേണ്ട. തണുത്ത് കഴിയുമ്പോൾ ഇത് പിന്നെയും നല്ല കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ.
ഇപ്പോൾ 5 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ സദ്യ സ്പെഷ്യൽ അടപ്പായസത്തിൽ നമ്മൾ ഏലക്കാപ്പൊടിയോ അതുപോലെ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊന്നും വറുത്ത് ചേർക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് നെയ്യാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യം എല്ലാവർക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ സദ്യ പായസത്തിൽ ഇതൊന്നും ചേർക്കാറില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെക്കാം കേട്ടോ. സദ്യ പാലട പായസമൊക്കെ നമ്മൾ പാല് കുറുക്കി കുറേ ടൈം എടുത്തിട്ടാണ് പിങ്ക് കളർ ഉണ്ടാവുക. അപ്പോൾ അതിന് പകരമായിട്ട് കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പിങ്ക് കളറിലുള്ള പാലട പായസം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്